അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, യാ സയ്യദി അബുൽ ഹസ എന്ന് പറഞ്ഞുകൊണ്ട് ഹാലിർ വിളിക്കുന്ന ഈ ഷാദുലി റാത്തീബ് നടക്കുന്നത് ഒരു മസ്ജിദിലാണ്. മസ്ജിദ് എന്തിനുള്ളതാണ്? അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനങ്ങള്. അതില് ഇവർ ഈ കൂത്താട്ടം നടത്തുമ്പോൾ ഇത് എവിടുന്ന് കിട്ടിയതാണ്? ഇപ്പോ ഒരു സഗീർ എന്ന് പറയുന്ന ഒരാള് വിദേശത്ത് നിന്ന്, UAE-യിൽ നിന്ന് വിളിക്കുകയും കുറെ കാര്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയും അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു പോയി. വീണ്ടും നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ വീണ്ടും മെസ്സേജ് അയക്കുകയും അത് വീണ്ടും നമ്മൾ വീഡിയോ ആക്കി പുറത്തുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ ഹബീബ് ഇതുപോലെ ഒരു കൂത്താട്ടം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് ഇസ്ലാമിൽ ഇല്ലതല്ല എന്ന് പറയാൻ എന്ത് തെളിവാണ് സഗീറെ വേണ്ടത്? അല്ലേ? സഗീറിന് ഇനി മറുപടി ഇല്ല എന്ന് പറഞ്ഞിരുന്നു. സഗീറിനല്ല ഈ ചോദ്യവും, സഗീറിനോടല്ല. ഇത് കേൾക്കുന്ന സാധുക്കളായ ആളുകളുണ്ട്, അവർ ചിന്തിക്കട്ടെ. ഈ ഷാദുലി റാത്തീബ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടത്തുന്ന അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ യാ സയ്യിദി അബുൽ ഹസ എന്നും പറഞ്ഞുകൊണ്ട് അവര് തൊള്ളയിടുന്നുണ്ട്, എന്നിട്ട് ഹാലറും വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ കാര്യങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇത് ദീനില് ഏത് നിലക്കാണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്? അള്ളാന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത്, നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള നന്മയായ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ തിന്മകളായ കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ സ്വീകരിക്കേണ്ടത്? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത്, നരകത്തിൽ നിന്ന് അകറ്റുന്നത്, ഇത് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്നത്, അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ട, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ, അവിടെയാണ് സഹോദരന്മാരെ ഈ കാണുന്ന കാര്യങ്ങൾ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഷാഫി സ്വബാഹി എന്ന പേരിലുള്ള ഒരു പ്രാസംഗികൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ചെറിയൊരു ഭാഗം, അത് നമ്മളുടെ ചിന്തകൾ അതൊന്ന് ഉണർത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടിട്ട് വരാം. വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുമ്പോ ഭാര്യ കരയുന്നുണ്ട്, എനിക്കിനി ആരാ? എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. ആ പോകുന്ന മനുഷ്യനി ആരാ? ഒറ്റപ്പെട്ട് യാത്ര പോയി കബറിലൂടെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ പരിപൂർണമായും നമ്മളുടെ കാണാമറയത്തിലേക്ക് ഒറ്റപ്പെടുമ്പോ അതവരെയുള്ള കുടുംബക്കാർ അവരുടെ കൂടെയുണ്ടെങ്കിൽ അവരും തിരിച്ചു വന്ന് ഒറ്റക്കവൻ കബറിലാകുമ്പോ അവിടെയും മുത്ത് റസൂല് പറയാണ്, ഇസ്തഗ്ഫിറൂ ലിഅഖീകും വസലൂ ലഹു തസ്ബീത്. നിങ്ങളുടെ സഹോദരന് നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, ഖബറിലൂടെ സ്ഥൈര്യം നൽകാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. പ്രാർത്ഥന അതുതന്നെയാണ് പ്രധാനം. പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിസ്കരിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ ഇതുപോലെയുള്ള റാത്തീബ്, ഷാദുലി റാത്തീബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുതൂഹലം നടത്തുന്ന ആളുകള് അവര് പ്രാർത്ഥനയ്ക്ക് വില കൽപ്പിക്കുന്നില്ല, അള്ളാഹുവിനുള്ള ഇബാദത്തിന് വില കൽപ്പിക്കുന്നില്ല. ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോ പ്രിയതമോ കരയുകയാണ്, അല്ലാഹുവേ എനിക്ക് ഇനി ആരാണുള്ളത്? എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പിരിഞ്ഞു പോവുകയാണ്, അല്പസമയത്തിനുള്ളിൽ 6 അടി മണ്ണിൻ്റെ ഉള്ളിലാണ്, മൂടുകല്ലുകൾ വെച്ച് മണ്ണിട്ട് മൂടുകയാണ്. ഇനി എനിക്ക് നോക്കുവാന്, എന്നെ നോക്കുവാന്, എൻ്റെ കാര്യങ്ങൾ നോക്കുവാന്, എനിക്ക് പരിചരിക്കുവാന് എൻ്റെ പ്രിയതമനില്ലല്ലോ, അല്ലാഹുവേ എനിക്കിനി ആരാണുള്ളത് എന്ന് ചോദിക്കുമ്പോ ഷാഫി സ്വബാഹിയുടെ അവിടെയുള്ള ആ ചോദ്യം അത് വളരെ പ്രധാനമാണ്. ആ സാധുവിന് ആരാണുള്ളത്? ആ സാധുവിന് ഇവിടെ ഈ നടത്തിയിരുന്ന ഈ കുണ്ടമറച്ചിലും ഇതുപോലെയുള്ള ഈ കുത്തുറാത്തീബും ഇതുപോലെയുള്ള ഷാദുലി റാത്തീബും ഇതുപോലെയുള്ള പിഴച്ച കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രാർത്ഥന, ആ ആരാധന അത് തള്ളിക്കൊണ്ട് പ്രാർത്ഥന എന്ന ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ ഇസ്തിഗാസ എന്ന് പേരിട്ടുകൊണ്ട് ഈ പിഴച്ച വാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഹാജരാക്കിയിട്ട് നിങ്ങൾ ചോദിക്കുന്നത്, നാളെ അല്ലാഹുവിന്റെ കോപത്തിന് നിങ്ങൾ ഇരയാകും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന അത് സംബന്ധമായിക്കൊണ്ട് ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം.
അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അവർ പലപ്പോഴും തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഈ ദുആന് വിളിച്ചു പ്രാർത്ഥന എന്ന് എവിടെ നിന്നാണ് അർത്ഥം പറയുന്നത്? ദുആ എന്നാൽ പ്രാർത്ഥനയാണ്. വിളിച്ചു തേട്ടം ദുആയിൽ പെടുകയില്ല, അത് പ്രാർത്ഥനയല്ല. ഞങ്ങൾ ഇവിടെ ഔലിയാക്കന്മാരോട് നടത്തുന്നത് കേവല വിളിച്ചു തേട്ടമാണ്, കേവല സഹായ തേട്ടമാണ്, അത് ഒരിക്കലും പ്രാർത്ഥനയുടെ പരിധിയിൽ പെടില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കാണാം. അപ്പൊ എന്താണ് അതിന് മറുപടിയായി പറയാനുള്ളത്? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാൽ ദുആ എന്നത് പല സന്ദർഭങ്ങളിലും വിളിച്ചു തേട്ടം എന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ പലപ്പോഴും ഔലിയാക്കന്മാരെ വിളിച്ചു തേടുന്നതിനും അവരോട് സഹായം ചോദിക്കുന്നതിനുമുള്ള ന്യായമായി പറഞ്ഞ അത് പ്രാർത്ഥന, ഇത് വിളിച്ചു തേട്ടം, അത് പ്രാർത്ഥന, ഇത് ഇസ്തിഗാസ, അത് പ്രാർത്ഥന, ഇത് ഇസ്തിആന, അത് പ്രാർത്ഥന, ഇത് ഇസ്തിശ്ഫാ. വലിയ എന്തോ കാര്യം കേട്ടതുപോലെയാണ് ആളുകൾ ധരിക്കുക. ഒന്നുമില്ല, ദുആഉം പ്രാർത്ഥനയും വിളിച്ചു തേട്ടവും ഒക്കെ ഒരേ കാര്യമായി ഖുർആനിൽ പലയിടത്തും വന്നിട്ടുണ്ട്. സഖറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ നോക്കുക. സൂറത്തു മറിയം ആരംഭിക്കുന്നത് തന്നെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സഖറിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. സഖറിയ നബിയുടെ ചരിത്രം നിങ്ങൾ കേൾക്കുക. അല്ലാഹു ഖുർആനിൽ പറയും, ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ നാദ. എന്റെ അറബിയിൽ നാദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിളിച്ചു തേടി. ഒരാളെ വിളിക്കുന്നതിനാണ് നാദ എന്ന് പറയുന്നത്. ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കുക, അത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയാൻ, വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ. ഖുർആൻ ആയത്താണിത്, ഖുർആൻ ആയത്തിലെ തെളിവാണിത്. അള്ളാഹുവെ, നിന്നോട് ദുആ ചെയ്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. ആദ്യത്തിൽ അള്ളാഹു പ്രാർത്ഥനയെ നിദാ എന്നാണ് പറഞ്ഞത്. വിളിച്ചു തേട്ടം അങ്ങനെയാണ് പറഞ്ഞത്. വിളിച്ചു തേട്ടം എന്നാണ് പറഞ്ഞത്. പല ആളുകളും ഞാൻ ദുആ എന്ന് പറഞ്ഞിട്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടരുത് എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ വലിയ തെളിവായി പറയും, നിങ്ങൾക്ക് എവിടെ ഈ ദുആഇന് വിളിച്ചു തേട്ടം എന്ന അർത്ഥം ഖുർആനിൽ നിന്ന് കിട്ടിയതാണ്. ഖുർആനിൽ അല്ലാഹു ദുആഇന് വിളിച്ചു തേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ അർത്ഥമാണ്. ഒരു സ്ഥലത്താണോ? അല്ല, ഒന്നിലധികം സ്ഥലത്ത് ഞാൻ കാണിച്ചാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ നോക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വദന്നൂൻ ഇദ് ദഹബ മുഗാദിബൻ ഫظن അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ذنون അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട സന്ദർഭത്തിൽ കടലിൽ നിന്ന് അദ്ദേഹം, ആ ഇരുട്ടുകൾ കടിയിൽ നിന്ന് അദ്ദേഹം ഫനാദ, അദ്ദേഹം വിളിച്ചു തേടി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അർത്ഥമാണ് ഫനാദ في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദന്നൂൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ അല്ലാഹു നാദാ എന്നാണ് വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെക്കുറിച്ച്, ഈ വിളിച്ചു തേട്ടത്തെക്കുറിച്ച് അവിടുന്ന് എന്താണ് പറഞ്ഞത്? അവിടുത്തെ ഹദീസ് തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്, ദഅവതു ദിന്നൂൻ. ദിന്നൂനിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദഅവതു അഖീ ദിന്നൂൻ, എന്റെ സഹോദരനായ ദിന്നൂൻ യൂനുസ് നബി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ മാ ദഅ ബിഹാ മക്റൂബുൻ ഇല്ലാ ഫറജല്ലാഹു അൻഹു. പ്രയാസത്തിൽ അകപ്പെട്ട ഏതൊരാളും ഇത് മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ പ്രയാസം നീക്കി കൊടുക്കും. ദഅ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രാർത്ഥനയും വിളിച്ചു തേട്ടവും ഒന്നാണ്. നിങ്ങൾ അല്ലാഹുവെ കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ മുഹൈദ്ദീൻ ശൈഖെ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആ ആണ്, അത് ഇബാദത്താണ്. അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്താൽ ചെയ്യുന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ടതില്ല. ഖുർആനിൽ നിന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ ഈ പറഞ്ഞ തെറ്റാണെന്നുള്ളത്. ഞാൻ ഖുർആൻ ആയത്തുകളാണ് ഈ കേൾപ്പിച്ചത്. ഇനിയും ഇതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. സൂറത്തുൽ അംബിയായിൽ കാണാം, വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദ് നാദാ, അദ്ദേഹം വിളിച്ചു തേടി. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഇദ് നാദാ, വിളിച്ചു തേടി. നിങ്ങൾ സഹോദരങ്ങളെ, തൗഹീദ് പഠിച്ചവരെ, ഈ ആയത്തിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇവരെപ്പോഴും പറയാറുള്ള കാര്യമാണ്,
അത് പ്രാർത്ഥനയല്ലേ മൗലവി, ഇത് വിളിച്ചു തേട്ടമാണ്, ഇത് സഹായ തേട്ടമാണ്, ഇത് ഇസ്തിആനത്താണ്, ഇസ്തിശ്ഫാഅാണ് എന്നൊക്കെ പറഞ്ഞ് പല അറബി വാക്കുകളിൽ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് ദുആ ആണ്. സഹോദര, ഒരു വാദപ്രതിവാദത്തിൽ ഒരു മനുഷ്യൻ ഒരാൾ തൻ്റെ വാദം സ്ഥാപിച്ചുകൊണ്ട് പറയണം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയേണ്ടടുത്ത് ഒരാൾ യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഇഹ്ദിനി എന്ന് പറഞ്ഞാൽ അത് കേവല വിളിച്ചു തേട്ടമാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരെ പറയാൻ തുടങ്ങി. പിന്നെ ഏതാ ദുആ, ഏതാ വിളിച്ച്, ഏതാ പ്രാർത്ഥന അല്ലാത്തത്, ഏതാ സഹായതേട്ടം അല്ലാത്തത്?